ഹലോ ഗൈസ്, അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തത് ഒരു അടിപൊളി സിസ്ലിംഗ് ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. പിന്നെ അതെങ്ങനെ സിസിൽ ചെയ്തെടുക്കാമെന്നുള്ളതും അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. റെസ്റ്റോറൻറ്റിൽ കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ സിസ്ലിംഗ് ബ്രൗണി ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അതൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ ഈ കൊറോണ കാരണം നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു നമ്മൾ കേക്ക് എന്തൊക്കെ ചെയ്യണം അതിൻ്റെ ആ ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം നമുക്ക് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഡബിൾ ബോയിൽ ചെയ്യാനാണ് പോണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 160 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് ബട്ടറും ഉണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് നല്ല സ്മൂത്തായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ബോയിൽ ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഓവനിൽ വെച്ചിട്ട് ബട്ടറും ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താലും മതി. 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡോ നിങ്ങൾ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് മെൽറ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ ഈ ഒരു ബ്രൗണി പറഞ്ഞാൽ നമ്മളെ കേക്ക് പോലെയല്ല, അതിനെക്കാട്ടി ഒന്ന് ഫഡ്ജി ആയിട്ടിരിക്കും. അതിനേക്കാളും ഇച്ചിരി തിക്കാണ്, നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാറ്റർ ആയി കഴിഞ്ഞാൽ നല്ല തിക്ക് തന്നെ ആയിരിക്കും. നമ്മൾ നോർമൽ കേക്കിൻ്റെ ലൂസ് ബാറ്റർ ആയിരിക്കില്ല. അങ്ങനെ ഇത് നന്നായിട്ട് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചൂടാറിയതിന് ശേഷം മാത്രം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക് ഒരു 1/4 കപ്പ്, പാല്, അതായത് നല്ല തണുത്ത പാലല്ല കേട്ടോ, നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാല് 1/2 കപ്പ്, ബ്രൗൺ ഷുഗർ 1/2 കപ്പ് ഇട്ടുള്ളത്. ഇപ്പോൾ ബ്രൗൺ ഷുഗർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബ്രൗണി ആയതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തത്. നോർമൽ ഷുഗർ ആയാലും യാതൊരു വ്യത്യാസമൊന്നും, പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോർമൽ ഷുഗർ ആയാലും എടുത്താൽ മതി. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഗ്ഗ്ലെസ് ബ്രൗണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ബ്രൗണിനെ പറ്റി പറയാൻ വെച്ചാൽ പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷനൊന്നുമില്ല. നമ്മൾ കേക്ക് പോലെ അത്ര എന്തെങ്കിലും കൂടിയോ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്ചറിന് വ്യത്യാസം വരും, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊന്നും ഫഡ്ജി ആയിട്ടിരിക്കും, കേക്ക് പോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും ഫഡ്ജി ആയിട്ടിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇടേണ്ടത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അരിച്ചതിന് ശേഷം അതിനൊന്ന് നല്ല സ്മൂത്തായിട്ട് അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ. അങ്ങനെ ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 10 മിനിറ്റ് മുന്നേ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 25 മുതൽ 30 മിനിറ്റ് വരെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്യാസുമ്മൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ സെയിം ടൈം തന്നെ 25 മുതൽ 30 മിനിറ്റ് വരെ തന്നെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 9 ഇഞ്ച് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ബാറ്ററിനെക്കാട്ടി ഒന്നും കൂടി നല്ല തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്നും അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, അതായത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്യുമ്പോഴും ചോക്ലേറ്റ് ആ മെൽട്ടായിട്ടുള്ള ആ ഒരു പീസ് നമുക്ക് കിട്ടും. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സുകൾ ഇട്ട് കൊടുത്ത്, ഞാൻ അപ്പോൾ ഇവിടെ നട്ട്സാണ് ഇട്ടിട്ടുള്ളത്. നട്ട്സും ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും, കഴിക്കാൻ നല്ല രുചിയായിരിക്കും കേട്ടോ. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോസാണ് നമ്മൾ ഈ ഒരു ബ്രൗണിൻ്റെ മേൽക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് സിസിൽ ചെയ്ത് വരുന്ന ആ ഒരു സോസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 180 ഗ്രാം ബട്ടറും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് 150 ഗ്രാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാനിവിടെ കുക്കിംഗ് ക്രീമും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
കുക്കിംഗ് ക്രീമും 200 ഗ്രാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് ക്രീം നല്ല ആ സോസ് നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഈ ബട്ടറും ഇതൊക്കെ ഒന്ന് മെൽട്ടായി ഒരു സ്മൂത്തായിട്ടിരിക്കും നമ്മൾ ഈ ഒരു സോസ് പറഞ്ഞപ്പോൾ. അതുകൊണ്ട് കുക്കിംഗ് ക്രീമും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും കൂടിയിട്ട് നല്ലപോലെ മിക്സായി വന്നപ്പോൾ നമ്മുടെ സോസ് കണ്ടാൽ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു സോസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് തിക്നെസ് ആവശ്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ചിട്ട് തിക്നെസ് കുറക്കുക, അല്ലെങ്കിൽ സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് തിക്നെസ് കുറക്കുക. ഇതാണ് ഈ പ്ലേറ്റിലാണ് നമ്മൾ സിസിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതൊരു കാസ്റ്റ് അയണിൻ്റെ പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇത് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ദോശയുടെ ഇരുമ്പിൻ്റെ തവ ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചൂടുള്ള ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഗ്യാസ് വെച്ച് ചൂടാക്കിയത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് നല്ലതുപോലെ അതിൽ പൊടിച്ചിട്ട് കൊടുക്കും. കാരണം നമ്മൾ ബ്രൗണി വെക്കുമ്പോൾ അടിയത്തെ ഭാഗം നല്ലതായിട്ട് മുരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഈ ഒരു പൊടിച്ച ബ്രൗണീൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബ്രൗണി പീസുകൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ സോസ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നല്ല ചൂടുള്ള പ്ലേറ്റിലേക്ക് നമ്മൾ ഈ സോസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പിന്നീടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ടിന്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഡെസേർട്ട് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ ഫസ്റ്റ് ടൈമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.